ഹലോ ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതെൻ്റെ ഈ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ മൂവി റിവ്യൂസ് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മൂവീസുകളുടെ എല്ലാം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള റിവ്യൂസ് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഡിസംബർ 18 റിലീസായിട്ടുള്ള ദിലീപ് ചിത്രമായ ബബ്ബയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തും ആയിക്കോട്ടെ അത് താഴെ ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ ഈ ഒരു ടൈറ്റിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സിനിമയുടെ ആ ഒരു പോസ്റ്ററിൽ പറയുന്നത് പോലെ തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് ആണ് ഈ പടം. അതായത് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു ലോജിക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫുൾ ഒരു എൻ്റർടൈനറാണ് ഈ പടം. 2.5 മണിക്കൂർ ഒരു പക്ഷേ നമുക്ക് വേസ്റ്റായി എന്ന് വരില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാനീ പറയുന്നത്. 2.5 മണിക്കൂർ നമുക്ക് വേസ്റ്റായി എന്ന് വരില്ല. ഒരു ഫുൾ എൻ്റർടൈനറാണ് ഈ പടം. ഓക്കെ, പിന്നെ ഈ ഫിലിം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വരും. അതായത് ദിലീപിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കാൻ നടക്കുന്നവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ലോജിക്കില്ലാത്ത ഫുൾ എൻ്റർടൈനർ ആയിട്ടുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇനി ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ വിജയണ്ണൻ്റെയും ഫാനായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ലോജിക്ക് ഇല്ലാത്ത എൻ്റർടൈനർ ആയിട്ടുള്ള ഫിലിമുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു ഫിലിം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു ഫിലിം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. നല്ലൊരു പടം തന്നെയാണ്. 2.5 മണിക്കൂർ നമുക്ക് വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എന്താ പറയുക, ഒരു ജാതി ലാഗ് അടുപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇൻ്റർവെൽ വരെയുള്ള സീക്വൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സീക്വൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വോൾ ഫിലിം തന്നെ ആയിക്കോട്ടെ, ലാഗ് അടുപ്പിക്കുന്ന മൂവീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഫിലിമായിട്ടല്ല എനിക്കിത് തോന്നിയത്. ഒരു ലാഗ് അടുപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അപ്പോൾ എന്തായാലും 2.5 മണിക്കൂർ നമുക്ക് വേസ്റ്റ് ആവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പേഴ്സണലി. ഓക്കെ, നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള എല്ലാതും സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കണം എന്നില്ലല്ലോ ഫിലിമിനെ കുറിച്ച്. ഇപ്പോൾ ഏത് സിനിമ ആയിക്കോട്ടെ, ആരഭിനയിച്ച സിനിമ ആയിക്കോട്ടെ, എല്ലാവർക്കും സെയിം അഭിപ്രായം ആയിരിക്കണം എന്നില്ല. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഒരു എന്താ പറയുക നോർമൽ അഭിപ്രായം തന്നെയായിരിക്കും, പടം കൊള്ളാം എന്നുള്ളതായിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നായിരിക്കും അവരുടെ അഭിപ്രായം. ചിലർക്ക് നന്നായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. അപ്പോൾ എല്ലാവരിലും ഒരേ അഭിപ്രായം ആയിരിക്കണം എന്നില്ല. എല്ലാവരിലും യൂണീക്ക്നെസ് ഉണ്ടാവും, ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ അപ്പോൾ എന്തായാലും നല്ലൊരു പടം തന്നെയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നിങ്ങൾ ഫിലിം കാണണം എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവലാണ്. അതിനകത്ത് ആ ഒരു ഫൈറ്റ് സീക്വൻസിനകത്ത് ഒരു 3 പാട്ടെങ്കിലും ഉണ്ടാവും. പോലീസുകാരൻ ഇങ്ങനെ തല്ലുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു 3 പാട്ടെങ്കിലും ഉണ്ടാവും, 3 റീമിക്സ് സോങ്ങെങ്കിലും ഉണ്ടാവും. അതിലേറ്റവും എടുത്ത് പറയേണ്ട സോങ് എന്ന് പറയുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ സോണ സോണ എന്ന് പറയുന്ന സോങ്ങാണ്. ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ എന്തായാലും ഇരിക്കുന്നിടത്ത് നിന്നിട്ട് സ്ക്രീനിൻ്റെ അടുത്ത് പോയിരുന്ന് കളിച്ചൊന്ന് വരും. കാരണം അത്രയും ഗൂസ് പംസാണ് നമുക്ക് അതിന് കിട്ടുന്നത്. എനിക്കെന്തോ പേഴ്സണലി ആ ഒരു വോൾ ഫിലിം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്താ പറയുക, 2.5 മണിക്കൂർ നമ്മൾ സിനിമ കാണുകയല്ല, നമ്മൾ എന്താ പറയുക, ഫുൾ നമ്മൾ ആഘോഷത്തിൻ്റെ ആ ഒരു ഇതിലാണ്, ഫുൾ നമ്മൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ നല്ലൊരു പടം തന്നെയാണ്. ദിലീപ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒരു കംബാക്ക് നമുക്ക് അതിലൂടെ പ്രതീക്ഷിക്കാം. ലാലേട്ടൻ്റെ ഒക്കെ ആ ഒരു മുണ്ട് പറിച്ചടി അതേപോലെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ സിനിമയ്ക്കകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. ലാലേട്ടൻ്റെയും പഴയ സിനിമകളിലുള്ള കുറച്ച് റെഫറൻസുകൾ എന്തോ എനിക്ക് ഈ ഒരു ഫിലിമിനകത്ത് ഉള്ളതായിട്ട് തോന്നി.
പിന്നെ വേറെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ വിജയണ്ണൻ്റെയും പഴയ സിനിമകളിലൊക്കെയുള്ള റെഫറൻസുകൾ ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ആ ഒരു CID മൂസേത്തെ കാറ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിനിമകളിലുള്ള റെഫറൻസുകളെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാതും അല്ല കേട്ടോ, ആ സിനിമകളിലുള്ള എല്ലാ റെഫറൻസുകളല്ല, എടുത്തു പറയേണ്ട റെഫറൻസുകളെല്ലാം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പം ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ തിയേറ്ററിൽ പോയി ആഘോഷിക്കാം. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തും ആയിക്കോട്ടെ അത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.